ഓണസംഗമവും ഓണക്കിറ്റ് വിതരണവും നടത്തി. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര തത്വമസി നഗർ റെസിഡൻസ് അസോസിയേഷനാണ് ഓണസംഗമം നടത്തിയത്. ഓണപ്പുടവ, ചികിത്സാ സഹായം, എൻഡോമെന്റ് വിതരണം എന്നിവയും നടത്തി. മരുതൂർകുളങ്ങര തത്വമസി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണസംഗമം നടന്നു. കരയോഗ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. പ്രതിമാസ ചികിത്സാ സഹായ വിതരണം, വയോധികർക്കുള്ള സഹായം, വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം, ഓണക്കിറ്റ് വിതരണം എന്നിവയും നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി തത്വമസിയിൽ കഴിയും. പ്രത്യേകം ഞാൻ ആനന്ദപ്രസാദ് സാറിനെയും അതിന് ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിരിക്കും. KV അനന്തപ്രസാദ് അധ്യക്ഷത വഹിച്ചു. R സതീഷ് ദേവനത്ത് സ്വാഗതം പറഞ്ഞു. നെഹ്റു യുവകേന്ദ്ര മുൻ അഡ്വൈസറി ബോർഡ് അംഗം VS ജിതിൻ ദേവ് മുഖ്യപ്രഭാഷണം നടത്തി. ആ സമയത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ ആഘോഷങ്ങൾ, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഓണത്തിന്റെ സമയത്ത് തിരുവോണത്തിന്റെ അന്ന് നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടെന്നു, തിരുവോണം കഴിഞ്ഞ് ഔട്ടത്തിൽ അത് നമ്മുടെ ബന്ധുവീടുകളിൽ പോകുന്നു. ആ പോക്ക് പിന്നെ ചതയവും കഴിഞ്ഞ്, അല്ലേ, 2-3 ദിവസമൊക്കെ കറങ്ങിയത് വന്ന് അവസാനിക്കുന്നത്. ഇന്നോ ഇൻസ്റ്റന്റ് ഓണമാണ്. ഇപ്പോ നല്ല ഭൂമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കടകളിലോ ഒക്കെ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. അവര് പാക്കറ്റ് ചെയ്ത് സ്വിഗ്ഗിക്കാർ വീട്ടിൽ കൊണ്ടുതരും. പരിപ്പൊന്നും വെക്കാൻ ആർക്കും വയ്യ, അല്ലേ? അതൊക്കെ ഒന്ന് കുടിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. അങ്ങനെയൊന്നും ആവരുത്. കാരണം നമ്മുടെ നാടിനെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം, അല്ലേ? നമ്മുടെ നാടിന്റെ സംസ്കാരം അറിയണം, നമ്മുടെ നാടിന്റെ മഹോത്സവങ്ങൾ അറിയണം, നമ്മുടെ നാടിന്റെ ആഘോഷങ്ങൾ അറിയണം. അങ്ങനെ അറിഞ്ഞ് വളരുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളോടും നമ്മുടെ നാടിനോടും സ്നേഹം ഉണ്ടാകും, അല്ലേ? കൗൺസിലർ ഗിരിജാദേവി തേവനത്ത, നാസർ പോച്ചയിൽ P മുരളീധരൻ പിള്ള, ഡോക്ടർ ബിജു, S ശ്രീനി തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി റേഡിയോ നാടകങ്ങളുടെയും തെരുവു നാടകങ്ങളുടെയും ഏകാംഗ നാടകങ്ങളുടെയും രചയിതാവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.